നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ബാംഗ്ലൂർ റോഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ വിവിധതരം വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂർ റോഡിൻ്റെ മനോഹാരിതയും മറ്റും. അപ്പോൾ അത്ര ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. മഴ പെയ്ത് വെള്ളം നല്ലതായിട്ട് കയറി കിടക്കുകയാണ്. അപ്പോൾ ആ വെള്ളം കയറി കിടക്കുന്ന രംഗങ്ങളും മറ്റും നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ റോഡിൻ്റെ രസകരമായ കാഴ്ചകൾ കാണാം. നമ്മൾ ബാംഗ്ലൂർ റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരു സൈഡുകളിലും വെള്ളം നല്ലതായിട്ട് കയറി കിടക്കുകയാണ്. പക്ഷേ ആ വെള്ളം കയറി കിടന്നിട്ടും ആ റോഡിലൂടെ നമുക്ക് ഇരുവശങ്ങളിലെയും കാഴ്ച കാണാൻ അതിമനോഹരമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി തോന്നിയത്. അതുപോലെ തന്നെ മരങ്ങളും മറ്റും നല്ല, അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ മഴയുടെ ആ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് നല്ല പച്ചിപ്പായിട്ട് ആ സ്ഥലം അങ്ങനെ കിടക്കുക. പച്ചിപ്പായിട്ട് ഈ മനോഹാരിത എടുത്ത് കാണിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഈ സൈഡുകളിൽ വശങ്ങളിൽ നമുക്ക് ഇരിക്കുവാനുള്ള ബെഞ്ച് പോലെ മറ്റേ കൃത്യമായിട്ട് അവർ ക്രമീകരിച്ചിരിക്കുന്നതും വരുന്ന ആളുകൾക്ക് നമുക്ക് സന്ധ്യാവേളകളിലും മറ്റ് രാവിലെ സമയങ്ങളിലും നമുക്ക് വിശ്രമിക്കാനും മറ്റും നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം പഞ്ചായത്തിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റും അവിടെ വ്യക്തമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ ഈ പറഞ്ഞ പോലെ രാവിലെ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരിക്കാനും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആ സൈഡിൽ തന്നെ ബാംഗ്ലൂർ റോഡ് എന്നുള്ള വലിയൊരു ബോർഡ് നമുക്ക് കാണാം. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഐ ലവ് ബാംഗ്ലൂർ റോഡ് എന്നുള്ള രീതിയിൽ അവിടെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ വേസ്റ്റ് ബിൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ അവിടെ നമുക്ക് കടകൾ വളരെ കുറവായിരുന്നു. വരുന്ന ആളുകൾക്ക് വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആ ഭാഗത്ത് കിട്ടുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കടകളും മറ്റും അവിടെ ഇടത്ത് സൈഡിൽ, ഇതിപ്പോൾ നമ്മൾ വലത്ത് സൈഡിൽ കൂടാണ് പോകുന്നത്, ഇടത്ത് സൈഡിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം അങ്ങ് ദൂരെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു പാത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പാതയിലൂടെ ഒരു 2-3 മാസം മുമ്പായിരുന്നു എങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ പാടത്തെല്ലാം നെൽക്കതിരുകളും മറ്റുമായി അതിമനോഹരമായിട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാഴ്ച എങ്കിൽ ഇപ്പോൾ ആ പാടത്തെ കൊയ്ത്തും മറ്റും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് ഇറങ്ങി നടന്നു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളാണേലും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വെള്ളത്തിലും മറ്റും ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പാലിക്കുക. കാരണം എന്ന് വെച്ചാൽ നല്ല അടിയിലോട്ട് നല്ല ചെളിയും കാര്യങ്ങളും കാണും. അപ്പോൾ ഇറങ്ങി സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ഉള്ള രക്ഷാപ്രവർത്തനവും മറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ കാഴ്ചകൾ കരയിലിരുന്ന് കാണാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ഒരു സ്ഥലം തന്നെയാണ് ഈ ബാംഗ്ലൂർ റോഡ്. അപ്പോൾ ഇവിടെ വരാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടമായിരിക്കുകയില്ല. കാരണം വെച്ചാൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ആ റോഡാണേലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. കുട്ടികളുമൊക്കെ ആയിട്ട് അവിടെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ബാംഗ്ലൂർ റോഡ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും മറ്റും നല്ല രീതിയിൽ തന്നെ ഞാൻ ഓടിച്ച് ഒന്ന് കാണിച്ച് എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു എവിടെയാണെന്നുള്ളത്, പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ നീർവ്ളാകം സൈഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ എല്ലാവരിലും ഒന്ന് എത്തിക്കണം. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.